ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതൊരു കാര്യവും പൂർത്തീകരിക്കാൻ നമുക്ക് ധനം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാത്ത സമയത്താണ് പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരുന്നത്. നമ്മളെല്ലാവരും തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ദുഃഖവും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകണേ എന്നുള്ളതാണ്. നാളെ, അതായത് ജനുവരി 17-ാം തീയതി മുപ്പെട്ട് വെള്ളിയാഴ്ചയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് മുപ്പെട്ട് വെള്ളിയാഴ്ച. മുപ്പെട്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇനി അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞു തരാം. മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മുപ്പെട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എല്ലാ മലയാള മാസത്തിലും ഇത് ഉണ്ടാവും. എല്ലാ മലയാള മാസവും തുടങ്ങി ആദ്യം വരുന്ന വെള്ളിയാഴ്ച മുപ്പെട്ട് വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്. ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് മുപ്പെട്ട് വെള്ളി. ഈ ദിവസം ലക്ഷ്മി ദേവിയെയും ഗണേശ ഭഗവാനെയും ഭജിക്കുക വഴി സാമ്പത്തിക ദുരിതങ്ങൾ ഒഴിയുമെന്നാണ് വിശ്വാസം. മുപ്പെട്ട് വെള്ളിയാഴ്ചകളിൽ ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുന്നത് ദുരിതങ്ങളിൽ നിന്ന് കരകയറുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും സഹായിക്കുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകാനും അതുപോലെ തന്നെ ഗണേശ ഭഗവാനെ ഭജിക്കുക വഴി നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെയും തന്നെ മാറിക്കിട്ടാനും സഹായിക്കും. ശരീരശുദ്ധിയും മനഃശുദ്ധിയുമുള്ള ഏതൊരാൾക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് മുപ്പെട്ട് വെള്ളിയാഴ്ച വ്രതം. സാമ്പത്തികപരമായിട്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഈ വ്രതം എടുക്കുക വഴി നല്ല ഫലങ്ങൾ ഉണ്ടാകും. എപ്പോഴും കടങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ വരിക, പണത്തിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരിക, സാമ്പത്തികപരമായിട്ട് ഒരു ഉയർച്ചയും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു തവണയെങ്കിലും മുപ്പെട്ട് വെള്ളിയാഴ്ച വ്രതം ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇനി മുപ്പെട്ട് വെള്ളി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം. മുപ്പെട്ട് വെള്ളി വ്രതം ആചരിക്കുന്നതിനായിട്ട് അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി രൂപത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് രാവിലെ കുളിച്ച് ശുദ്ധിയായതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും കുളിച്ച് ശുദ്ധിയായിട്ട് വേണം വിളക്ക് തെളിയിക്കാനായിട്ട്. ശേഷം പ്രാർത്ഥിച്ച് ലളിതാ സഹസ്രനാമമോ മഹാലക്ഷ്മി അഷ്ടകമോ ജപിക്കുന്നതും വളരെ നല്ലതാണ്. വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ മറ്റ് 2 നേരങ്ങളിൽ അരിയാഹാരമല്ലാത്ത മറ്റ് ധാന്യങ്ങൾ ഭക്ഷിക്കുന്നത് കൊണ്ട് തെറ്റില്ല. വ്രതം എടുക്കുന്ന സമയത്ത് അന്നേ ദിവസം അഗതികൾക്ക് ധാന്യം, ആഹാരം എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ തുളസിയിലിട്ട വെള്ളം കുടിക്കുന്നതും പക്ഷിമൃഗാദികൾക്ക് അന്നം നൽകുന്നതും നല്ലതാണ്. സാധിക്കുന്നവരെ അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. രാവിലെയും വൈകുന്നേരങ്ങളിലും ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചാൽ അത് വളരെ നല്ല കാര്യമാണ്. തുടർച്ചയായി 12 മുപ്പെട്ട് വെള്ളി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ആജീവനാന്ത സാമ്പത്തിക ഉയർച്ചയ്ക്ക് നല്ലതാണ്. ദേവിക്ക് വെളുത്ത പൂക്കൾ സമർപ്പിക്കുന്നതും പുഷ്പാഞ്ജലി, പാൽപ്പായസം എന്നിവ വഴിപാടായി ഈ ദിവസം സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം കഴിയുന്ന ആൾക്കാർ വെളുത്ത വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. രാഹുദോഷമുള്ളവരാണെങ്കിൽ രാഹുദോഷ പരിഹാരാർത്ഥം ദേവീക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിച്ചോളൂ. നിങ്ങളുടെ സാമ്പത്തിക നിലയും മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ട് അറിയാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ വ്രതം അനുഷ്ഠിക്കുക വഴി നിങ്ങളുടെ കടങ്ങൾ പതിയെ പതിയെ തീർത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.